ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ നിയമനത്തിനായുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട്. 9970 ഒഴിവുകളാണുള്ളത്. കേരളത്തിൽ 163 ഒഴിവുകൾ. ഏപ്രിൽ 12 മുതൽ മെയ് 11 വരെയാണ് അപേക്ഷിക്കാനുള്ള തീയതി. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. പോസ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP. പേ ലെവൽ ഇൻ 7th CPC ലെവൽ 2. ഇനിഷ്യൽ പേ 19,900 രൂപ. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1. പ്രായപരിധി 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. ടോട്ടൽ വേക്കൻസി 9,970. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റി നോക്കാം. മെട്രിക്കുലേഷൻ ഓർ SSLC plus ITI from recognized institutions or NCVT or SCVT in the trades of fitter, electrician, instrument mechanic, millwright or maintenance mechanic, mechanic radio and TV, electronics mechanic, mechanic motor vehicle, wireman, tractor mechanic, armature and coil winder, mechanic diesel, heat engine, turner, machinist, refrigeration and air conditioning mechanic. ഇത് കൂടാതെ അപ്രന്റീസ്ഷിപ്പ് ആക്ട് പ്രകാരം അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് പകരമായി മുകളിൽ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലെ ബിരുദവും സ്വീകാര്യമായിരിക്കും. ഈ വിജ്ഞാപന പ്രകാരം റെയിൽവേയുടെ വിവിധ സോണുകളിലായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ തിരുവനന്തപുരം സോൺ SR. ഒഴിവുകളുടെ എണ്ണം നോക്കാം. 163 ഒഴിവുകളാണുള്ളത്. അത് ഡിവിഷൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ജനറൽ വിഭാഗം അതായത് UR 55, SC 25, ST 15, OBC 32, EWS 21, എക്സ് സർവീസ്മാൻ 15. അങ്ങനെ ആകെ 163 ഒഴിവുകളാണ് ഉള്ളത്. ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം. SC ST വിഭാഗത്തിന് 5 വർഷവും OBC നോൺ ക്രീമി ലെയറിന് 3 വർഷവും എക്സ് സർവീസ്മാൻമാരില് UR EWS വിഭാഗത്തിന് 3 വർഷവും OBC നോൺ ക്രീമി ലെയർ വിഭാഗത്തിന് 6 വർഷവും എക്സ് സർവീസ് SC ST വിഭാഗത്തിന് 8 വർഷവും വയസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ റെയിൽവേയിലെ ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D എന്നീ വിഭാഗങ്ങളിൽ റെയിൽവേ സ്റ്റാഫ് ആയിട്ടും കൂടാതെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടും വർക്ക് ചെയ്തവരിൽ UR ആൻഡ് EWS വിഭാഗത്തിന് 40 വയസ്സാണ് പ്രായപരിധി. OBC നോൺ ക്രീമി ലെയറിന് 43 വയസ്സും SC ST വിഭാഗത്തിന് 45 വയസ്സുമാണ് പ്രായപരിധി വരുന്നത്. ഇനിയും വിഡോസ് ആൻഡ് ഡിവോഴ്സ് കാൻഡിഡേറ്റ്സിൽ ജനറൽ അതായത് UR ആൻഡ് EWS വിഭാഗത്തിന് 35 വയസ്സും OBC നോൺ ക്രീമി ലെയർ വിഭാഗത്തിന് 38 വയസ്സുമാണ് പ്രായപരിധി. കൂടാതെ SC ST വിഭാഗത്തിന് 40 വയസ്സുമാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. ഇനി ITIയും അപ്രന്റീസ് ആക്ട് പ്രകാരമുള്ള അപ്രന്റീസ് കോഴ്സ് 25 വയസ്സിന് മുൻപ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ ജനറൽ ആൻഡ് EWS വിഭാഗത്തിന് 35 വയസ്സും OBC നോൺ ക്രീമി ലെയർ വിഭാഗത്തിന് 38 വയസ്സും SC ST വിഭാഗത്തിന് 40 വയസ്സുമാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. ജനറൽ വിഭാഗത്തിന് 500 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ SC ST എക്സ് സർവീസ്മാൻ അതുപോലെ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്നിവർക്ക് 250 രൂപയാണ്. കൂടാതെ മൈനോറിറ്റി ഓഫ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിനും അതായത് EBCക്കും 250 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇനി റിക്രൂട്ട്മെന്റ് പ്രോസസ് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് CBT ആണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1. സെക്കൻഡ് സ്റ്റേജ് CBT 2. അതുപോലെ മൂന്നാമത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് CBAT. അടുത്ത നാലാമത് വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ DV. അഞ്ചാമത് മെഡിക്കൽ എക്സാമിനേഷൻ ME. ഇത്രയുമാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് വരുന്നത്. CBT 1ന്റെ പാറ്റേൺ ആൻഡ് സിലബസ് നോക്കാം. ഇതിന്റെ ഡ്യൂറേഷൻ 60 മിനിറ്റ് ആണ്. 75 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കായിരിക്കും ഉള്ളത്. ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 1/3 ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. അതായത് 3 തെറ്റ് ആൻസർ വരുമ്പോൾ ശരിയായതിൽ നിന്നും ഒരു മാർക്ക് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി മിനിമം പാസ് പെർസെന്റേജ് ഫോർ എലിജിബിലിറ്റി നോക്കാം. UR ആൻഡ് EWS വിഭാഗത്തിന് 40%, OBC നോൺ ക്രീമി ലെയർ വിഭാഗത്തിന് 30%, SC വിഭാഗത്തിന് 30%, ST വിഭാഗത്തിന് 25%. ഈ 25% തന്നെയാണ് എക്സ് സർവീസ്മാൻമാർക്കും ഉള്ളത്. ഇനി CBT 2ന്റെ പാറ്റേൺ ആൻഡ് സിലബസ് നോക്കാം. അതില് പാർട്ട് A, പാർട്ട് B ആയിട്ടാണ് CBT 2ന്റെ ടെസ്റ്റ് നടക്കുന്നത്. അതിൽ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ 30 മിനിറ്റ് ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻ 175 ആണ്. ഇനി പാർട്ട് എയിൽ 90 മിനിറ്റും 100 ക്വസ്റ്റ്യൻസുമാണ് ഉള്ളത്. പാർട്ട് ബിയിൽ 60 മിനിറ്റും 75 ക്വസ്റ്റ്യനുമാണ് ഉള്ളത്. ഇതിലും നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 1/3 ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. ഇനി പാർട്ട് എയിൽ ഈ മിനിമം പാസ് പെർസെന്റേജ് ഫോർ എലിജിബിലിറ്റി നമുക്ക് നോക്കാം. UR ആൻഡ് EWS 40%, OBC നോൺ ക്രീമി ലെയർ 30%, SC 30%, ST 25%, എക്സ് സർവീസ്മാൻമാർക്കും 25%. ഇനി പാർട്ട് ബിയിൽ എലിജിബിൾ ആയിട്ടുള്ള പെർസെന്റേജ് പറഞ്ഞിരിക്കുന്നത് 35%. അടുത്ത പാർട്ട് എയുടെ സിലബസ് നോക്കാം. മാത്തമാറ്റിക്സ് ആണ്. കൂടാതെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അടുത്തത് സിലബസ് ഫോർ പാർട്ട് ബി ആണ്.
പാർട്ട് ബിയുടെ സിലബസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ് DGT നിർദ്ദേശിച്ചിട്ടുള്ള വിവിധ ട്രേഡ് സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ട്രേഡുകളുടെ സിലബസ് വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. വെബ്സൈറ്റ് dgt.gov.in. ഇനി സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഡിക്കൽ ഫിറ്റ്നസ്. ഉദ്യോഗാർത്ഥികൾ റെയിൽവേ നിർദ്ദേശിക്കുന്ന മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ പാസ്സാകേണ്ടതാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 ജനറൽ ഫിറ്റ്നസ്, ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്, എല്ലാ രീതിയിലും ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി വിഷൻ സ്റ്റാൻഡേർഡ്സ് നോക്കാം. സ്റ്റാൻഡേർഡ് വിഷൻ 2 കണ്ണുകൾക്കും 6/6 വിത്തൗട്ട് ഗ്ലാസസ്. അടുത്തത് നിയർ വിഷൻ 0.6 ആൻഡ് 0.6 വിത്തൗട്ട് ഗ്ലാസസ് ആൻഡ് മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ, നൈറ്റ് വിഷൻ, മെസോപിക് വിഷൻ എക്സെട്ര. അപേക്ഷ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം സോണിന്റെ വെബ്സൈറ്റ് ആയ www.rrbtiruvananthapuram.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി മെയ് 11 ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.